ആറ്റുകാൽ പൊങ്കാലയാണ് അടുത്ത ലക്ഷ്യം. അത് കലക്കുക എന്നുള്ള രീതിയിലാണ് നീക്കം നടക്കുന്നത്. ആദ്യം തൃശ്ശൂർ പൂരം, ശബരിമല തുടങ്ങി കൈപ്പിടിയിലാക്കാൻ പറ്റുന്നതിന് എല്ലാ കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും ചേർന്ന് കൈപ്പിടിയിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെ കൈപ്പിടിയിലാക്കാൻ പറ്റാത്തതിനെ തകർക്കാൻ ശ്രമിക്കുന്നു. അടുത്ത ലക്ഷ്യം ആറ്റുകാൽ പൊങ്കാലയാണെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ സർ? ഒരു തെറ്റില്ല. ഇപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് തിരുവനന്തപുരത്ത് പല സിറ്റികളിലും വെള്ളമില്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കനുസരിച്ച് 25 ലക്ഷം സ്ത്രീകൾ വന്നു എന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെയാണല്ലോ. അപ്പോൾ മറ്റ് ജില്ലകളിൽ നിന്ന് മകളിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഭയപ്പെടും, വെള്ളമില്ലല്ലോ, ഇനി പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്ന് വിചാരിച്ചിട്ട് ധാരാളം സ്ത്രീകൾ പോകാൻ മടിക്കും. അതൊരു ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം, ഈ പുതിയ ഭരണ സംവിധാനം BJP ഭരിക്കുന്ന ഗവൺമെൻറ് കോർപ്പറേഷൻ BJP ഭരിക്കാൻ തുടങ്ങി. ഇവർ കഴിവില്ലാത്തവരാണെന്നൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുക. കാരണം ഇത്ര വലിയൊരു പ്രധാന ഫംഗ്ഷൻ നടത്തി വെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായി എന്ന് പറയാം. ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആൾക്കാർ വാട്ടർ അതോറിറ്റിയിൽ വിളിക്കുമ്പോൾ പലപ്പോഴും ഫോൺ എടുക്കില്ല. അതിലെടുത്തു കഴിഞ്ഞാൽ ശരി ഉടനെ ശരിയാക്കാമെന്ന് പറയുക. ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം അവർ ശ്രമിച്ചിട്ടുണ്ട്, ബൂസ്റ്റർ വെച്ചിട്ട് പ്രഷർ കൂട്ടിയിട്ട് പൈപ്പ് പൊട്ടിച്ചിട്ടുള്ള സന്ദർഭം ഇതിനു മുമ്പ് ഒരിക്കലുണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം പല സ്ഥലങ്ങളിലും വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു. അപ്പോൾ അവരുടെ ലക്ഷ്യം ആറ്റുകാൽ പൊങ്കാല എന്നുള്ള ഈ ഒരു പിൽഗ്രിമേജിന്, ഒരു തീർത്ഥാടന പരിപാടിയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കമ്മ്യൂണിസ്റ്റുകളുടെയും ജിഹാദികളുടെയും കൂട്ടായിട്ടുള്ള ലക്ഷ്യം തന്നെയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ജിഹാദികളായിട്ട് അതിർവരുമ്പുകൾ വളരെ നേർന്നു പോയിരിക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം, ആറ്റുകാൽ പൊങ്കാലയുടെ വെള്ളം. ഈ രണ്ട് ഉദ്ദേശമുണ്ട്. ഒരേ സമയം പരിപാടി കലക്കാൻ ശ്രമിക്കുക, അതേസമയം BJP വന്ന പുതിയ അഡ്മിനിസ്ട്രേഷൻ, പുതിയ മേയറും ഡെപ്യൂട്ടി മേയറും അല്ലെങ്കിൽ അതുപോലത്തെ ഭരണ സംവിധാനം കഴിവുകെട്ടാണെന്ന് വരുത്തി തീർക്കുക. അതുപോലെ ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. ആറ്റുകാൽ പൊങ്കാല മാത്രമല്ല, ഓണമടക്കം നമ്മളുടെ ആഘോഷങ്ങളെ എല്ലാം തന്നെ ലക്ഷ്യം വയ്ക്കാറുണ്ട്. ഇതിൻ്റെ അടിസ്ഥാന തത്വത്തെ ആക്രമിക്കാറുണ്ട്, വിഷുവിനെ ആക്രമിക്കാറുണ്ട്, ദീപാവലി ആക്രമിക്കാറുണ്ട്. ഈ പറയുന്ന മുത്തപ്പനെ കൈപ്പിടിയിലാക്കുക, തെയ്യങ്ങളെ കമ്മ്യൂണിസ്റ്റ്വൽക്കരിക്കുക എന്ന് പറയുന്ന രീതിയുണ്ട്. അപ്പോൾ ഇത് ഒരിടത്ത് മാത്രമല്ല, കേരളം ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഓണത്തിന് പല സമയത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പൂക്കളിടാൻ പാടില്ല എന്ന് പറയുക. അതുപോലെ തന്നെ മുത്തപ്പൻ്റെ പരിപാടിയിൽ അവർ ഇതേപോലെ തെയ്യം പരിപാടികൾ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ ഇഫ്താർ പരിപാടികൾ നടത്താനുള്ള ശ്രമം ഒപ്പന നടത്തുക. അപ്പോൾ കഴിഞ്ഞ കൊല്ലം മൃദംഗ ശൈലീശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തും ഫേമസ് ആണ്, വളരെ ഫേമസ് ക്ഷേത്രമാണ് കണ്ണൂരിൽ. അവിടെ മാനേജ്മെൻറ്റ് തീരുമാനിച്ച് ഇഫ്താർ പാർട്ടി നടത്താൻ. അതിനൊരു ഭക്തൻ ഹൈക്കോടതിയിൽ പെറ്റീഷൻ മൂവ് ചെയ്തു. ഹൈക്കോടതി പറഞ്ഞു നടത്താൻ പാടില്ലാന്ന്. അപ്പോൾ അവർ നടത്തണില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം കണ്ണൂരോ കാസർഗോഡൊന്നും എനിക്ക് ഓർമ്മയില്ല, ഒരു ക്ഷേത്രത്തിൽ ദഫ്മുട്ട് കളി ഒരു ജാതി യൂണിഫോം ഒക്കെ ഇട്ടിട്ട്, പാൻസും പ്രത്യേക തരത്തിലുള്ള വസ്ത്രവിധാനങ്ങളും ബൂട്ട്സൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൻ്റെ പ്രിമൈസസിനകത്ത് നടത്തുക. നടന്ന സംഭവമാണ്. സാധാരണ ഇതിൽ ആൾക്കാർ അവിടെ ചെരുപ്പിട്ട് നടക്കാറില്ല. പക്ഷെ ഇത് ഇവരുടെ യൂണിഫോമിൻ്റെ ഭാഗമാണെന്നുള്ള മറ്റിൽ അതാക്കുക, ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്കാരൊക്കെ അവരെ സ്വീകരിക്കുക, ആ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ പ്രാവശ്യം തന്നെ കേട്ടത് പല സ്ഥലങ്ങളിലും അത് മിക്കവാറും കുടുംബക്ഷേത്രങ്ങൾ നടക്കുന്നത്. കുടുംബക്ഷേത്രം പറഞ്ഞാൽ അവിടുത്തെ ഒരു കാസർഗോഡൊക്കെ ചില കുടുംബക്ഷേത്രങ്ങൾ, അതിനെ പറ്റിയിട്ട് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് ഞാൻ അതിനെപ്പറ്റി അവിടെ കുറേ ആളുകളൊക്കെ സംസാരിച്ചു. പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ണൂരിൽ കാസർഗോഡിലെ പല കുടുംബക്ഷേത്രങ്ങളും ബേസിക്കലി കുടുംബക്ഷേത്രമാണത്. അവരുടെ ആ കുടുംബത്തിൻ്റെ താവഴികളൊക്കെ കൂടി ചേർന്ന് നമ്മൾ പറയില്ലേ, താവഴികളെന്ന് പറയില്ലേ, ആ താവഴികളെല്ലാം കൂടി ചേരുമ്പോൾ പല സ്ഥലത്തും ചിതറി കിടക്കുന്ന 20,000-30,000-30,000 ആൾക്കാരുണ്ടാവും. നോട്ട് ഓൺലി ഇൻ കാസർഗോഡ് ബട്ട് ദേ ആർ സ്പ്രെഡ് ഇൻ സെവറൽ അതർ പ്ലേസസ് ഓൾസോ. ചിലപ്പോൾ അവർ എറണാകുളത്ത് താമസിക്കുന്നവരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഗൾഫിലുള്ളവരുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ കുടുംബങ്ങൾ ചേർന്നിട്ട് ആണത് ചെയ്യുന്നത്. അപ്പോൾ അവർ തീരുമാനിക്കുകയാണ് ഇഫ്താർ പാർട്ടി നടത്തുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഇത്തരം കുടുംബക്ഷേത്രങ്ങൾ അത് അവിടെ നടക്കുന്നുണ്ടെന്ന്. കാരണം വെച്ചാൽ അതിന് ആ എന്താ പറയുക, ആ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, 10,000-20,000-30,000 ആളുകൾ. ഈ കൂട്ടായ്മയിൽ മിക്കവാറും കോൺഗ്രസിൻ്റെയോ CPM-ൻ്റെ സ്വാധീനമുള്ളവരായിരിക്കും. അപ്പോൾ അവർ തീരുമാനിക്കേണ്ടത് ഇങ്ങനെ മതി. ഇന്നലെ ഒരു സ്ഥലത്ത് എനിക്ക് ശരിക്കും മനസ്സിലായില്ല, TV-യിൽ കണ്ടു, ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഇലക്ഷൻ്റെ പ്രചരണത്തിന് മുൻകൂട്ടിയാണോ എന്നറിയില്ല, ആലിൻ്റെ മുകളിലൊക്കെ CPM-ൻ്റെ കൊടിയേറ്റിരിക്കുന്നു ഒരു സ്ഥലത്ത്. ക്ഷേത്രങ്ങൾക്കകത്ത് ഈ പരിപാടിയുണ്ട്. ചുവന്ന പെയിൻ്റ് അടിക്കുക, ചുവന്ന പെയിൻ്റ് അടിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് കാവി കൊടി പാടില്ല എന്ന് പോലീസ് ഓർഡർ ഇടുക.
കാവിക്കൊടി ഭഗവാന്റെ കൊടിയാ. അത് പാടില്ല എന്നാണ്. കാവിക്കൊടി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയുടെ പാടില്ല എന്നാണ് അതിന് കാരണം, ബ്ലാങ്കറ്റ് ആയിട്ടൊരു കാരണം പറയുന്നത്. അപ്പോൾ അതേസമയം ഇയാളുടെ ചെഗുവേരയുടെ പടം ബാക്ക്ഗ്രൗണ്ടാക്കി വെച്ചുകൊണ്ട് മറ്റേ ആഡം അലോഷി, എന്താ അയാളുടെ പേര്, ആഡം അലോഷി, അയാളുടെ പാട്ട് ഒക്കെ വയ്ക്കുക, ഗാനമേള വയ്ക്കുക. അതേസമയം ഭജന പാടുന്നതിനിടയ്ക്ക് ദേശഭക്തിഗാനം പാടിക്കഴിഞ്ഞാൽ RSSന്റെ പാട്ട് പാടിയെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അങ്ങനെ ഒരു ക്ഷേത്രത്തിലുണ്ടായി, ഒരു കയറി വന്ന പ്രശ്നം ഉണ്ടാക്കി. പരമപവിത്രമീ മാമി മണ്ണിൽ എന്ന പാട്ട് പാടാൻ പാടില്ല എന്ന് പറഞ്ഞു. തിരുവനന്തപുരം പാലോട്. ആ സംഭവം ഉണ്ടായ സമയത്ത് നാട്ടുകാർ കുറച്ച് ആണത്തുള്ളവരായതുകൊണ്ട് അവർ വന്ന ആൾക്കാരെ ഒന്ന് ചെറുതായിട്ടൊന്ന് തടവിയൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ വലിയ പ്രശ്നം തീർന്നു. അപ്പോൾ ഈ സംഗതികൾ ഹിന്ദുസ് യുണൈറ്റഡ് ആണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഹിന്ദുവിൻ്റെ പല രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലും പല ജാതിയുടെ പേരിലും വേർതിരിഞ്ഞ് നിൽക്കുന്നതിനെയാണ് അവർ മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ തന്നെ മണ്ണാർക്കാട് ഒരു സംഭവം ഉണ്ടായി, കുറച്ച് നാളായത്, 5-8 മാസം കഴിഞ്ഞു. അത് അവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾ, അയാൾ SC കൂടിയാണ്. അയാളെ വീട്ടിൽ കയറി മർദ്ദിക്കുകയൊക്കെ ചെയ്തു. അത് ജിഹാദി ഫോഴ്സസ് ആയിരുന്നു അത് ചെയ്തത്. അങ്ങനെ ചെയ്തു. ആ സമയത്ത് ഒരു TVയും പത്രവും അത് പറയാനായിട്ട് തയ്യാറായില്ല. ആകെ ചാനലിലാകെ ജന TV മാത്രം പറഞ്ഞിട്ടുണ്ട്, വേറെ ആരും ആ കാര്യം തൊടാൻ പോലും തയ്യാറായില്ല. അങ്ങനത്തെ പിന്നെ ഇപ്പോൾ ഇവിടെ ശാസ്താംകോട്ട ഭാഗത്തല്ലേ ഉണ്ടായിരുന്നത്, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ സമയത്ത്, ഓണപ്പൂക്കളത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ പേരിട്ട സമയത്ത് അത് പറ്റില്ല എന്നാണ് പറയുന്നത്. പൂക്കളം ഇട്ടപ്പോൾ അത് രാഷ്ട്രീയമായിട്ടാണ് അവർ കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ളതല്ല, അത് അവർക്ക് പ്രശ്നമല്ല. ഇന്ത്യ ആണോ എന്നുള്ളവർക്ക് പ്രശ്നമല്ല. ഇപ്പം അവർ സാധാരണ കാണുന്ന ഇതിൽ പുതിയ ഇക്വേഷനാണ് അവരുണ്ടാക്കുന്നത്. നാഷണലിസം ഹിന്ദുയിസം ഈസിക്കൽ ടു നാഷണലിസം ഈസിക്കൽ ടു ഹിന്ദുയിസം. നാഷണലിസം എന്ന് പറഞ്ഞാൽ ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ ആരോപിക്കും. ഹിന്ദുയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് BJP ആണ്, RSS ആണെന്ന് പറയുക. അങ്ങനെ അതിനെ ഒരു പൊളിറ്റിക്കൽ കളർ കൊടുത്തിട്ട് അതിനെ തരം താഴ്ത്തി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുക. കുറേ പാവങ്ങൾ അതിൽ വീഴുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഹിന്ദുക്കൾ കുറേ പേര് അതിൽ വീണു പോകുന്നുണ്ട്. നന്ദഗോവിന്ദ ഭജൻസിന്റെ ഫോട്ടോ എടുത്തിട്ട്, ആ പാട്ടുകാരുടെ ഫോട്ടോ എടുത്തിട്ട് അവർ കണ്ടില്ലേ, കുറി കണ്ടില്ലേ, സംഘികളാണ് എന്നാണ് പറഞ്ഞാണ് ആക്രമണം നടത്തിയത്. എന്നിട്ട് അതേ ആൾക്കാരുടെ പേരും പറഞ്ഞുകൊണ്ട് 8 ലക്ഷം രൂപ എഴുതി മേടിക്കുകയും ചെയ്തു അയ്യപ്പ സംഗമത്തിന്. അവരുണ്ടെന്നും പറഞ്ഞിട്ട് അവർ പോയിട്ട് പോലും, അവരെ ബുക്ക് ചെയ്തിട്ട് പോലും ഇല്ല. കാരണം നന്ദഗോവിന്ദം ഭജന സംഘത്തിന് കാര്യമായിട്ടുള്ള സ്വീകാര്യത കിട്ടി കേരളത്തിന് പുറത്തൊക്കെ, ബോംബെ, ഡൽഹി, അവിടെയൊക്കെ കാര്യമായിട്ട് സ്വീകാര്യത കിട്ടി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതൊരു ട്രെൻഡ് സെറ്ററായിരുന്നു. ഇപ്പോൾ അവർ മാത്രമല്ല, അവരെ പോലെ ധാരാളം ഭജന സംഘങ്ങൾ വന്നു, ധാരാളം പേര്, സ്ത്രീകളുടെ ഭജന സംഘമൊക്കെ ധാരാളം വരുന്നുണ്ട്, കുറേ പേര് വരുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ ആരും മോശക്കാരല്ല. നന്ദഗോവിന്ദത്തിൻ്റെ ഒപ്പമൊക്കെ എത്താൻ പോകുന്ന ഒരു വിധത്തിലുള്ള സ്റ്റാൻഡേർഡ് അവർ വരുന്നുണ്ട്, പാടി അവർ വരുന്നത്. അപ്പോൾ ഇതൊരു ട്രെൻഡാകുമ്പോൾ ഈ ട്രെൻഡിനെ തകർക്കാൻ അയാളുടെ ശ്രമമാണ്. അപ്പോഴാണ് ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇതുണ്ടെങ്കിൽ പോലും അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് സിനിമക്കാരെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ചില രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്നിട്ട് മോഹം കാണിപ്പിക്കുക. ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മദനിയെ കൊണ്ടുവരാനായിട്ട് ഇൻവിറ്റേഷൻ അയച്ചു. അയാൾ ബാംഗ്ലൂർ ജയിലിൽ കിടക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ്. വന്ന് അവിടെ പ്രസംഗിക്കണമെന്ന് മതതരത്വം കാണിച്ചതാണ്. അപ്പോൾ അയാൾ മറുപടി അയച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ ഒരു മഹാക്ഷേത്രത്തിൽ നിന്ന് ഇൻവിറ്റേഷൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്, പക്ഷേ ഞാൻ ജയിലിലാണല്ലോ, എനിക്ക് പരോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരാം. പിന്നെ ഗുണം എന്താണെന്ന് വെച്ചാൽ അയാൾക്കിത് കോർട്ടിൽ ഉപയോഗിക്കാം. ഞാൻ മതേതരവാദിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ക്ഷേത്രം എന്നെ സ്വീകരിക്കില്ലല്ലോ, എന്നെ വിളിക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ എന്തിനു ചെയ്യുന്നത്, ഇപ്പോൾ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണോ ചെയ്യണതെന്ന് അറിയില്ല. അമ്പലപ്പറമ്പിൽ ധാരാളം ആൾക്കാർ വരണമെങ്കിൽ അവർക്ക് അല്ലാത്ത പരിപാടികളില്ലേ, ഇതുപോലെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളെ തകർത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ശബരിമലയ്ക്ക് തീവെപ്പ് 1950s ആ കാലത്ത് ശബരിമലയ്ക്ക് തീവെപ്പുണ്ടായ സമയത്ത് ഈയിടെ ശ്രീധരൻപിള്ള സാറ് പറയുന്ന ഞാൻ കേട്ടിരുന്നു, AKGയുടെ റിയാക്ഷൻ, ഒരമ്പലം ഇല്ലാതായി കഴിഞ്ഞാൽ അത്രയും അന്ധവിശ്വാസം പോയി എന്നുള്ളതാണ്. അപ്പോൾ ക്ഷേത്രങ്ങളെ ഒന്നുകിൽ കൈപ്പിടിയിലാക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. ധാരാളം കൈപ്പിടിയിലാക്കി കഴിഞ്ഞു, കമ്മിറ്റികളിലൊക്കെ കയറി കൈപ്പിടിയിലാക്കിയിട്ടുണ്ട്. അല്ലാത്തതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു ശ്രമമാണ് വ്യാപകമായിട്ട് നടക്കുന്നത്. അതിൻ്റെ കാര്യം ഇതാണ്, നാഷണലിസം ഈസിക്കൽ ടു ഹിന്ദുയിസം ഈസിക്കൽ ടു BJP RSS. അപ്പം നാഷണലിസം എന്ന് പറഞ്ഞാൽ അതിനെ ഹിന്ദുയിസത്തിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ എല്ലാത്തിനും
പൊളിറ്റിക്സ് ആണ് എല്ലാത്തിൻ്റെയും ബേസിക് സംഗതി വരുത്തി തീർക്കുക. അപ്പോൾ മാറാട് സംഭവം കഴിഞ്ഞ കാലത്ത് ഒരു അത്യുന്നത CPI നേതാവ്, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു ചാനലിൽ, ഏഷ്യാനെറ്റിലാണെന്ന് എൻ്റെ ഓർമ്മ, സൂര്യ എന്തോ. അപ്പോൾ അതിൽ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട്, ഇതിനെ ശരിക്കും പറഞ്ഞാൽ അന്തർ സംസ്ഥാന ബന്ധം അല്ലെങ്കിൽ അന്തർദേശീയ ബന്ധം ഇതുണ്ടെങ്കിൽ കേരള പോലീസിൻ്റെ അന്വേഷണം കൊണ്ട് കാര്യമില്ലല്ലോ, സാധ്യമല്ല. അപ്പോൾ CBI അന്വേഷണം കൂടി അതുപോലെ ഒരു നാഷണൽ ഏജൻസി ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നതാണ്. ശരിയാണ്, അന്തർ സംസ്ഥാനം അന്തർദേശീയ ബന്ധങ്ങളുണ്ടെങ്കിൽ അതേ സാധിക്കുള്ളൂ. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് CBI അന്വേഷിക്കാൻ പാടില്ല എന്ന് താങ്കളുടെ പാർട്ടി എതിർക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി വളരെ സിമ്പിളായിരുന്നു. തിരിച്ചുകൊണ്ട് അദ്ദേഹം പറയാം, അതിനെ അനുകൂലിച്ച് കഴിഞ്ഞാൽ BJP പറഞ്ഞത് ശരിയായെന്ന് സമ്മതിച്ചതിന് തുല്യമല്ലേ എന്ന്. അപ്പോൾ ശരിയായ കാര്യം പോലും അവരുടെ വീക്ഷണം എങ്ങനെയാണെന്ന് നോക്കിയാൽ അത് പൊളിറ്റിക്കലാണ്. എല്ലാത്തിനും പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പോലും മോശമല്ല, പക്ഷേ ചീപ്പ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ് അവർ കാണിക്കുന്നത്. ചീപ്പ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കാണിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം, ക്ഷേത്രത്തിനെ പറ്റി ആയതുകൊണ്ട് ഞാൻ അതിലോട്ട് തന്നെ വരിക. അവിടെ വലിയ ഉത്സവങ്ങൾ നടക്കാറുണ്ട്. വലിയ അമ്പലം എന്നാണ് തൃപ്പൂണിത്തുറക്കാരെ അമ്പലത്തിന് പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. പൂർണ്ണത്രയീശ എന്നൊക്കെ നീട്ടി അവർ പറയാറില്ല, വലിയ അമ്പലത്തിൽ പോകണമെന്നേ പറയുള്ളൂ. അപ്പോൾ എനിക്ക് ആ പ്രദേശമായിട്ട് അടിയന്തരാവസ്ഥക്കാലത്ത് അവിടെ സംഘത്തിൻ്റെ പ്രവർത്തനം അണ്ടർഗ്രൗണ്ടിൽ ചെയ്തത്. അപ്പോൾ എൻ്റെ കേന്ദ്രം വരുന്നത് തൃപ്പൂണിത്തുറ. അതുകൊണ്ട് എനിക്ക് ആ പ്രദേശം ജനങ്ങളുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കാര്യമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോ അഫിലിയേഷനോ ഉണ്ട് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിനോട്. അപ്പോൾ ആ ക്ഷേത്രം അച്ചടക്കത്തോടെ ഇങ്ങനെ നടന്നു പോകുന്ന വർഷങ്ങളായിട്ട്, എത്ര കൊല്ലമായി തുടങ്ങിയിട്ടൊന്നും ആർക്കും അറിയില്ല, നടന്നു പോകുന്നു. ഈ പ്രാവശ്യം വെച്ചാൽ കഴിഞ്ഞ നവംബറൊക്കെയാണ് അതിൻ്റെ ഉത്സവ സമയത്ത് തിരക്ക് നിയന്ത്രിക്കാൻ യൂണിഫോം ഇട്ട ബൗൺസർമാരെ കൊണ്ടു നിർത്തി. നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ബൗൺസർമാരുടെ ഉത്സവ സ്ഥലത്ത്? ശബരിമലയിൽ ഇവർ കാണിക്കാറുണ്ട്, പിടിച്ചെടുത്ത് തള്ളലും പോടാന്നൊക്കെ പറഞ്ഞു തള്ളലും പിടിക്കലൊക്കെ കാണുന്നുണ്ട്. മനുഷ്യന്മാരൻ ഒരു മൃഗതുല്യമായിട്ട് ആൾക്കാരെ കണക്കാക്കിയിട്ട് അവിടെ കണ്ടിട്ടുണ്ട് അത്. പക്ഷെ ഇവിടെ ഈ തൃപ്പൂണിത്തുറയിൽ അത്ര പോലും തിരക്കില്ലാത്ത തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ ബൗൺസർമാർ. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ ക്ഷേത്രത്തിൽ പോകാൻ മടിക്കും, ഉത്സവത്തിന് പോകാൻ മടിക്കും. അതാണ്. അപ്പോൾ ക്ഷേത്രം എന്നുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദുയിസത്തിൻ്റെ ബേസിക് ഇതാണ്. ഭാരതത്തിൻ്റെ നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ ചിലർ പറയും അത് മറ്റു മതക്കാർക്കെതിരാണ്. അത് വളരെ സിമ്പിൾ ലോജിക്കാണ്, ഒരിക്കലും അല്ല. മറ്റു മതക്കാർക്ക് എതിരാണ് ഹിന്ദുയിസം എങ്കിൽ മറ്റു മതക്കാർക്ക് ഇവിടെ ഒരിക്കലും സ്ഥാനം ഉണ്ടാവുമായിരുന്നില്ല. ഇപ്പോഴും ഹിന്ദുത്വത്തിൻ്റെ ഒരു ഐക്കണ എന്ന് പറയാവുന്ന ആൾ പ്രധാനമന്ത്രിയായിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് 11 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും ആർക്കും ഒരു കുഴപ്പമില്ല ഉണ്ടായില്ല, എല്ലാവരും സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അത് മുസ്ലിം ഇൻ്റലക്ച്വൽസ് ആയ ആൾക്കാർ പോലും പരസ്യമായിട്ട് സമ്മതിക്കുന്നുണ്ട്. ദേ ആർ അഗെയിൻസ്റ്റ് RSS and Modi, but the same time they say that Muslims are not at receiving end because of this man's elevation as the Prime Minister. പക്ഷേ അവർ കണ്ടുവരുന്നത് അപ്പോൾ ഈ ക്ഷേത്ര ബേസ്ഡായുള്ള ഹിന്ദുത്വ കൾച്ചറിനെ എങ്ങനെയെങ്കിലും ഡിമോളിഷ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ലക്ഷ്യം ദേശീയതയാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും രാജ്യത്തിന് ഒന്നായിട്ട് കാണാനായിട്ട് അവർ ഇഷ്ടപ്പെടില്ല. അവർ പറയുന്നത് ബ്രിട്ടീഷുകാരാണ് ഇതിനെ രാജ്യം ഉണ്ടാക്കിയത്, ഇന്ത്യ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണെന്നാണ് പറയുന്നത്. അതിൽ ഒരിക്കൽ EMS ആണെന്നാണ് എൻ്റെ ഓർമ്മ പറഞ്ഞത്, ബ്രിട്ടീഷുകാർ റെയിൽവേയും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റും പോസ്റ്റൽ സർവീസും കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഈ രാജ്യം ഉണ്ടാകുമായിരുന്നില്ല എന്ന്. അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് ഈ രാജ്യം. അതെ, എത്രയോ നമ്മുടെ പുരാണങ്ങളിലും എല്ലാം ഭാരതത്തിന് ഹിമാലയം മുതൽ ഇന്ത്യൻ ഓഷൻ വരെയുള്ള സ്ഥലമാണ്. ഉത്തരം സമുദ്രസ്യ ഹിമാത്രേശൈവ ദക്ഷിണം വർഷന്തം ഭാരതം നാമ ഭാരതി തത്ര സന്തതി എന്നുള്ള ഇതൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഇവർ പൊളിറ്റിക്കലായിട്ട് കാണുമ്പോൾ പോലും ഇവർ അതിനെ കാണുന്നത് ഈ എന്താ പറയുക ഡിവിഷനും ഫിസിപ്പാരസ് ടെൻഡൻസീസ് ഉണ്ടാക്കുക, ഡിവിഷൻ ഉണ്ടാക്കുക, രാജ്യത്തിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതല്ല കാർട്ടിക് സൗത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായത്. എങ്ങനെയെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഒരുമിച്ച് യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് ഡിവിഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയിൽ. അതിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത 2 ദിവസങ്ങളിൽ കാണാം. പക്ഷേ അവിടുത്തെ നഗര സംവിധാനം, ഭരണ സംവിധാനം അവസരത്തിനൊത്ത് ഉയർന്നു.
എനിക്ക് ഇന്നലെ രാത്രി അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്നലെ 140 വണ്ടികളിൽ വെള്ളം അവർ സപ്ലൈ ചെയ്തിട്ടുണ്ട്. 100 വണ്ടികളായിരുന്നു അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവർ 40 വണ്ടികൾ പുതുതായിട്ട് അവർ അക്വയർ ചെയ്തു. ഇനിയും വണ്ടികളുടെ എണ്ണം കൂടി ഇന്നാകുമ്പോഴേക്ക് 200 വണ്ടികളാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അവർ അവസരത്തിന് ഉയരാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അത് ഇതിനോട് കമ്മിറ്റഡ് ആയുള്ള ആൾക്കാരായതുകൊണ്ട്, ഈ ഹിന്ദുത്വ ആശയങ്ങളോട് കമ്മിറ്റഡ് ആയതുകൊണ്ട് അവർ അറ്റ് എനി കോസ്റ്റ് ദേ ആർ ഗോയിങ് ടു ഡു ഇറ്റ്. പക്ഷേ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചല്ലോ. ഇതിപ്പോൾ ഈ ലേറ്റസ്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ 140 വണ്ടി 200 വണ്ടി എന്നുള്ള കണക്കൊന്നും ഇപ്പോൾ കാസർഗോഡ് ഇരിക്കുന്ന ഒരു സ്ത്രീ ഇത് അറിയുന്നില്ല. അപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല, എന്തിനാ പോയിട്ട് കാര്യം? ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ ഓർക്കസ്ട്രേറ്റഡ് പ്ലാൻ നടക്കുന്നുണ്ട്. അതിനെ തകർക്കണം, അല്ലെങ്കിൽ അതിന് എതിരായിട്ടൊരു സംവിധാനം വരേണ്ടതുണ്ട്. ഹിന്ദുക്കൾ അതിനെപ്പറ്റി ഉയർന്നെഴുന്നേൽക്കണം. ഹിന്ദുക്കൾ ബോധവാന്മാരാണ്. ഉറക്കം അവസാനിപ്പിക്കേണ്ടി വരും. ഉറക്കം അവസാനിപ്പിക്കണം. കാരണം പലപ്പോഴും ഹിന്ദുക്കൾ വെച്ചാൽ എൻ്റെ വീട്, എൻ്റെ ഗേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള കാര്യങ്ങൾ മാത്രമേ എന്നെ ബാധിക്കുന്നുള്ളൂ എന്ന് ചിന്തിക്കുന്നതിന് പകരം കുറച്ച് വിശാലമായിട്ട് ചിന്തിക്കേണ്ടി വരും. അത് 1947 പാർട്ടീഷൻ സമയത്ത് തന്നെ ഇതേപോലെ ചിന്തിച്ചിരുന്നവരായിരുന്നു. അവർ പാഠം പഠിച്ചു, എല്ലാം ഇട്ടെറിഞ്ഞ് അനവധി പേര് മരിച്ചു, സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ടു, കുട്ടികൾ മരിച്ചു, എല്ലാം കുറേ പേര് ഓടി രക്ഷപ്പെട്ട് അഭയാർത്ഥികളായിട്ട് വരേണ്ടി വന്നു. ഇപ്പോൾ ബംഗ്ലാദേശിൽ ലേറ്റസ്റ്റ് നടന്നത് തന്നെയല്ലേ. അവിടെ പുതിയ ഭരണ സംവിധാനത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം. പറയാറായിട്ടില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരത്തിൽ ശരിയായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യ ലൈവാണ്. ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഇന്ത്യ ലൈവിൻ്റെ കരുത്ത്. ആ പിന്തുണ സബ്സ്ക്രിപ്ഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. നിങ്ങൾ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിനകത്തേക്ക് പ്രവേശിക്കുക. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഒപ്പം ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാസമയത്ത് ഞങ്ങളുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനിൽ വീഡിയോകൾ ക്ലിക്ക് ചെയ്ത് കാണുക. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റുള്ളവരുടെ കമൻറ്റുകൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ റിപ്ലൈ ആയിട്ട് നൽകുക. ഇത് ഷെയർ ചെയ്യുക, വീഡിയോകൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.